ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രോസിക്യൂഷൻ റിലൈ ചെയ്ത ഡിജിറ്റൽ എവിഡൻസ് തന്നെ ഡിഫൻസും റിലൈ ചെയ്തു. ആ ഡിജിറ്റൽ എവിഡൻസ് കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും 8-9 സാക്ഷികളെ പ്രോസിക്യൂഷൻ കളവായി കൊണ്ടുപോകുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ കീഴ്ക്കോടതി എടുത്ത മറ്റ് ചില തെളിവുകൾ, ഒന്നാം പ്രതിക്ക് മതിയായ തെളിവുകളല്ല, ഇതിക്കെതിരെ മതിയായ തെളിവുകളല്ല എന്ന് മനസ്സിലായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ സംഭവ സ്ഥലത്ത് വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി ശരിവെച്ചു എന്നാണ്. ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരിക്കലും ഒന്നാം പ്രതിയുടെ വക്കീൽ ഞങ്ങൾ ഒരിക്കലും വാദിച്ച അങ്ങനെ ഒരു കാര്യം വാദിച്ചിട്ടേ ഇല്ല. ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ കേസ്. ഹുസൈനെ പോലെ അനേകം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഹുസൈൻ എന്ന് കീഴ്ക്കോടതി എടുത്ത അതേ ഡിഫൻസ് തന്നെയാണ്. അതായത് ഡിജിറ്റൽ എവിഡൻസ് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഒന്നാം പ്രതി എടുത്ത വാദം. ഡിജിറ്റൽ എവിഡൻസ് സ്വീകരിക്കണം. ഡിജിറ്റൽ എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പ്രതി ഒരിക്കലും സ്ഥലത്തുണ്ടായിരുന്നില്ല, അതായത് ഈ കൃത്യം ചെയ്തിട്ടില്ല. പ്രോസിക്യൂഷൻ പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാലോ, അത് ഒന്നാം പ്രതി ചവിട്ടിയ ചവിട്ടിലാണ് മധു മരണപ്പെട്ടത് എന്നാണ് ആരോപണം. അപ്പോൾ ഇതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒന്നാം പ്രതിക്കെതിരെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാം പ്രതി അവിടെ, അതും പ്രോസിക്യൂഷൻ്റെ അതേ തെളിവുകൾ തന്നെ ഡിഫൻസിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 8-9 സാക്ഷികളെ വിശ്വസിച്ചുകൊണ്ട് ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം വരെ കൊടുക്കാമായിരുന്നു. അപ്പോൾ അതേ തെളിവുകൾ തന്നെയാണ് ഡിഫൻസും സ്വീകരിച്ചത്. അതായത് പ്രോസിക്യൂഷൻ റിലൈ ചെയ്യുന്ന ഡിജിറ്റൽ എവിഡൻസ് തന്നെയാണ് ഡിഫൻസും സ്വീകരിച്ചത്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന 2 സാക്ഷികൾ അത് വ്യാജമായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ 8-19 സാക്ഷികൾ വ്യാജമാണെന്നൊരു ക്രോസ് എക്സാമിനിൽ വരുത്തിക്കുക മാത്രമല്ല ചെയ്തത്. ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ട്, അതായത് CCTV തെളിവുകൾ വെച്ചിട്ട് 8-19 സാക്ഷികൾ ഈ സ്ഥലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് 2 ഷോപ്പുകളിലായി നിൽക്കുകയായിരുന്നു എന്ന് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചു. അതിൽ കൂടുതൽ എന്ത് ചെയ്യാം? ഓക്കെ.